नमस्ते, आप सभी का हमारे चैनल पर हार्दिक स्वागत. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ രീതികാലാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഭക്തികാല കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞു. ഡിവിഷൻസും കവിമാരും രചനകളും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് രീതികാലാണ്. രീതികാലിലെ നാമകരണമാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത്. ഭക്തികാലിലെ ഭക്തിക്കാണ് പ്രാധാന്യമെങ്കിൽ രീതിക്കാണ് പ്രാധാന്യം. അപ്പോൾ രീതികാലിലെ അധികം കവിമാരും രാജാശ്രിത കവിമാരായിരുന്നു. രാജകൊട്ടാരത്തിൽ താമസിച്ച് കവിതകൾ രചിച്ചിരുന്നവരായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അവരുടെ കവിതകൾ എന്തായില്ല, അധികം ജനങ്ങളിലേക്കും എത്താൻ സാധിച്ചിരുന്നില്ല. കാരണം അവർ രാജകൊട്ടാരത്തിലെ ദർബാറിൽ മാത്രമാണ് അവർ കവിതകൾ ആലപിക്കുന്നത്. അപ്പോൾ രാജകൊട്ടാരത്തിലുള്ളവർക്ക് മാത്രമേ അത് കേൾക്കാനും ആസ്വദിക്കാനും സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ നാമകരണം പഠിക്കണം, കറക്റ്റായിട്ട് നാമകരണം പഠിക്കണം. ആചാര്യ രാമചന്ദ്ര ശുക്ലാണ് രീതികാൽ എന്ന് പറഞ്ഞത്. വിശ്വനാഥ് പ്രസാദ് മിശ്രാണ് ശൃംഗാർ കാൽ എന്ന് പറഞ്ഞത്. മിശ്രബന്ധു പറഞ്ഞത് അലങ്കൃത കാൽ എന്നാണ്. ത്രിലോചൻ അന്ധകാർ കാൽ എന്നും രമാശങ്കർ ശുക്ലരസ കലാകാൽ എന്നും പറഞ്ഞിട്ടുണ്ട്. ജോർജ് ഗ്രിയസൻ പറഞ്ഞത് കാവ്യകലാ യുഗ് എന്നാണ്. ശംഭുനാഥ് സിംഗ് ഹാസ്യകാൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഗണപതി ചന്ദ്രഗുപ്ത് അപകർഷകാൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രാഹുൽ സാങ്കൃത്യായൻ ദർബാരി യുഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹസാരി പ്രസാദ് ദ്വിവേദി ഉത്തരമധ്യകാൽ എന്നും പറഞ്ഞു. അപ്പോൾ ഈ എല്ലാ നാമകരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പേരുകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഓരോരാളും എന്തൊക്കെ പേരിലാണ് രീതികാലിനെ പറഞ്ഞത് എന്ന് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദ്.